ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര കൊച്ചി തന്നെയാണ്. കൊച്ചിയിൽ പാലാരിവട്ടം തമ്മലം റൂട്ടിൽ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ കോൺവെൻറ്റ് റോഡ് ബൈലൈൻ 5 ഇവിടെയാണ് ചേച്ചിമാരുടെ കട. ഈ ചേച്ചിമാരുടെ കടയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ചേച്ചിമാരുടെ കടയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നാടൻ ഭക്ഷണമാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കേരമുളകിട്ടത്, ബീഫ് വിന്താലു, താറാവ് റോസ്റ്റ്, ഫിഷ്മോളി, ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളാണ്. കുഞ്ഞുമോളേച്ചിയാണ് ഇവിടുത്തെ താരം. കുഞ്ഞുമോളേച്ചിയുടെ സ്വന്തം വീട് തന്നെയാണ്. വീട്ടിൽ വരുന്ന ഒരു വിരുന്നുകാരോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് കുഞ്ഞുമോളേച്ചി വരുന്ന ഓരോ കസ്റ്റമറിനോടും പെരുമാറുന്നത്. ഒത്തിരി വിഭവങ്ങൾ ഇങ്ങനെ മേശയിൽ നിരന്നിരിക്കുകയാണ്. അയില പാലൊഴിഞ്ഞത്, താറാവ് റോസ്റ്റ്, ഫിഷ്മോളി, കേരമുളകിട്ടത്, ഇതൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ളത് വാങ്ങിക്കഴിക്കാം. ചേച്ചിമാരുടെ കടയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഡെയിലി ഫുഡും മന്ത്ലി ഫുഡും. കൊച്ചിയിൽ ജോലി ചെയ്യുന്നവരായിട്ടും പഠിക്കുന്നവരുമായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ഡെയിലി ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന ജോലിയും കൂടി കുഞ്ഞുമോളേച്ചി ചെയ്യുന്നു. ഫിഷ്മോളി, പിന്നെ പോർക്ക് ചാപ്സ്, പിന്നെ ബീഫ് വിന്താലു, കേരക്കറി മുളകിൽ വെച്ചത്, പിന്നെ മീൻ പാലുകറി വെക്കും, പാലുകറി ഉണ്ട്, പിന്നെ പോർക്ക് വരട്ടിയത്, താറാവ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. രാവിലത്തെ ഉച്ചക്കലത്തെ ഭക്ഷണമാണ് എങ്ങനെയാണ്? രാവിലെ ഉച്ചക്ക് രാത്രി ഉണ്ട്. രാത്രി ഞങ്ങൾ മെസ്സുകാർക്കാണ് കൊടുക്കണത്. ഇവിടെ ഇരുത്തിയുള്ള ഇതില്ല, പാർസലാണ് രാത്രി. പിന്നെ കാറ്ററിംഗ് ഉണ്ട്. കാറ്ററിങ്ങിന് ഓരോ വീടുകളിൽ ഫുഡ് നമ്മുടെ വണ്ടിക്കാരും കൊണ്ടേ കൊടുക്കും. ഹോസ്റ്റലിലുള്ള പിള്ളേർക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, പെയിൻ ഗസ്റ്റ് പിള്ളേർക്ക്. അത് ഒരു മാസം ഞങ്ങൾ 3000 രൂപ വാങ്ങണത്. ഡെയിലി നോൺ വെജ് ഉണ്ടാവും. എത്ര മണി വരെ ഉണ്ടാവും ലഞ്ച്? നമുക്ക് എത്ര മണി വരെ ഉണ്ടാവും? ലഞ്ച് 4 മണി വരെ. 4 മണി വരെ ലഞ്ച് ഉണ്ടാവും. ഉച്ചയായാൽ പിന്നെ കുഞ്ഞുമോളച്ചിക്ക് തിരക്കാണ്. കഴിക്കാൻ വരുന്നവരെക്കാൾ കൂടുതൽ പാഴ്സലുകൾ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നവരാണ്. സ്ഥിരമായി വാങ്ങുന്നവരും ഹോസ്റ്റലുകളിൽ നിന്ന് കുട്ടികളും ജോലിക്കാരും ഒക്കെ എത്തും ഉച്ചയ്ക്ക്. ചേച്ചിമാർ നടത്തുന്ന കടയായതുകൊണ്ട് മാത്രമാണ് ഈ കടയ്ക്ക് ചേച്ചിമാരുടെ കട എന്ന പേരും വന്നത്. പാലാരിവട്ടത്ത് തമ്മലം റൂട്ടിൽ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ കോൺവെൻറ്റ് റോഡ്, അവിടെ ബൈലൈൻ 5. എത്ര പേരുടെ ഓർഡർ എടുക്കും? ഇപ്പൊ ഞാൻ അങ്ങനെ അധികം ഇവിടെ ആളധികം പോയോണ്ടേ എന്നാലും 200-200 ഇല്ല. എന്നാലും കാറ്ററിംഗ് എടുത്തു, കാറ്ററിംഗ് കൊടുക്കും, വണ്ടിക്കാരെ കൊടുത്തു. ഞങ്ങക്ക് വണ്ടി ആൾക്കുണ്ടായി, ഇപ്പൊ മാറ്റിയാണ്. ഹോട്ടൽ ശരിയാകുമ്പോഴേക്കും അങ്ങോട്ട് ശരിയായി. അത് ഹോട്ടലുള്ളതാണ്. നേരത്തെ ഉള്ളതാണല്ലേ? ബിരിയാണി ഞങ്ങൾ കൂടുതൽ എല്ലാം ചെയ്യുമെങ്കിൽ ഇതാണ് കൂടുതൽ. ഞങ്ങൾ ഗവൺമെന്റ് ITയിലൊക്കെ ഫുഡ് ഇവിടുന്ന് പോണം വർഷങ്ങളായിട്ട്. ഗവൺമെന്റ് ഇല്ലേ, ഗവൺമെന്റിന്റെ 450 എല്ലാം. കട്ട്ലറ്റ്, പോർക്ക്, ചിക്കൻ, പിന്നെ ബീഫ് ഫ്രൈ, മീൻ വറുത്തത്, ചോറ്, തോരൻ, അച്ചാർ. ഇതിപ്പോ കൊറേ സ്ഥലങ്ങളോട് ഉച്ചക്ക് വന്ന് വാങ്ങുന്നുണ്ടെന്നോളെ, കൊറേ സ്ഥലങ്ങളിൽ വാങ്ങുന്നുണ്ടെന്നോളെ. ദൂരെയാണല്ലേ? കൊടുങ്ങല്ലൂരി, മൂവാറ്റുപുഴ, അവിടത്തേക്ക് വന്ന ഭക്ഷണം കഴിക്കണം. നമ്മളപ്പോ സ്ഥിരം കൊടുക്കുന്നുണ്ടോ എവിടെയെങ്കിലും? സ്ഥിരം കൊടുക്കുന്നുണ്ട്. സ്ഥിരം പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന പിള്ളേര് ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണോ? ഹോസ്റ്റലിൽ നിൽക്കുന്നവര്, പഠിക്കുന്ന പിള്ളേര് ഹോസ്റ്റലിൽ നിൽക്കുന്നവര്, പിന്നെ
ഓഫീസുകളില്ലേ വലിയ വലിയ കുറച്ച് സ്റ്റാഫൊക്കെ ആയിട്ട് നടക്കണം. നേരത്തെ ഞങ്ങളുടെ കൈരളി ടി വിയിലൊക്കെ വന്നിട്ടുണ്ടായി. കൈരളിലേക്ക് വരും. അല്ലാതെ തന്നെ ഒന്നിച്ച് പാത്രത്തിലാക്കി കൊടുത്തിട്ടവർക്കൊക്കെ 10-20 പേരൊക്കെ ആയിട്ടൊക്കെ ഒന്നിച്ചുള്ളവർക്ക് അടിച്ചു കൊടുത്തു. അത് സ്ഥിരമുണ്ടല്ലേ? അത് സ്ഥിരമാണ്. പിന്നെ ITI എന്ന് പറഞ്ഞാൽ ഗവൺമെന്റാണ്, നമുക്ക് പൈസ തന്നെ ഗവൺമെന്റിന്റെ ആണ്. അത് 3 നേരം കൊടുക്കണം. ഡെയിലി അപ്പൊ നമ്മൾ എത്ര ഊടൊക്കെ ഉണ്ടാവും? തീർന്നുപോയ സ്പെഷ്യൽ ഐറ്റം പോർക്ക് ചാപ്സ് റെഡിയാക്കുന്ന തിരക്കിലാണ് കുഞ്ഞുമോളേച്ചി. അപ്പോൾ എല്ലാവർക്കും ചേച്ചിമാരുടെ കടയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്, വിജേഷ്. അങ്ങനെ കുഞ്ഞുമോളേച്ചിയുടെ സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി.